ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഷൂ ക്ലീനർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയായിരിക്കും, ഞാൻ അത്യാവശ്യം ഷൂസിൻ്റെ വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ഷൂസാണ് ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ എക്സ്ട്രാ ഷൂ വാങ്ങിയിട്ടില്ല. സോ ഈ ഷൂ ഒക്കെ എങ്ങനെ ഞാൻ ക്ലീൻ ആക്കുന്നു, ഈ ഒരു ചോദ്യമല്ല ഇപ്പോൾ ഉള്ളത്. സംഭവം വേറൊന്നുമില്ല, ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നത് റയറാണ്. എല്ലാ ഷൂസും ഞാൻ കഴുകാറില്ല, ചില ഷൂസിൻ്റെ സോൾ മാത്രമേ ഞാൻ വെള്ളം ഉപയോഗിക്കുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെറിയ ക്ലോത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ സ്പോഞ്ചിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ മെല്ലെ റബ്ബ് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ഈ ഒരു ഷൂ ക്ലീനർ കേട്ടോ. ഇത് ഉപയോഗിച്ചതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് മാറ്റേണ്ട ഷൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഷൂ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കണ്ടത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഷൂ ക്ലീൻ ആക്കിയതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഫോം ആയിട്ടുണ്ട്. നമ്മൾ രണ്ടോട്ടം ഷെയ്ക്ക് ചെയ്തതിനു ശേഷം അമർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ഫോം ആയിട്ട് വരും. നമ്മളെ വീഡിയോയിൽ കാണുന്ന കണ്ട ഫോം കണ്ടോ, ഈ ഫോം. അപ്പോൾ ഇങ്ങനെ വരും. ഇത് നമ്മൾ ഈ ഒരു ബ്രഷിൽ ആക്കിയതിന് ശേഷം നല്ല രീതിക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അഴുക്ക് പോവും. അതൊരു ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ ഈ ഷൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ എല്ലാ ഷൂ നിങ്ങൾ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകരുത് ഒരിക്കലും. കാരണം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകരുത് പ്രത്യേകം ഷൂ വാങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സംഭവം. ഇത് ഫോം ആയതുകൊണ്ട് തന്നെ അത്ര രീതിയിലേക്ക് ബുദ്ധിമുട്ട് വരില്ല. പിന്നെ അതുപോലെ നല്ല രീതിയിൽ റബ്ബ് ചെയ്തതിനു ശേഷം നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് അത് വൈപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷൂവിൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. കാരണം ചില ലെതേഴ്സ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. കംപ്ലൈൻ്റ് ആവില്ലെന്ന് ഉറപ്പുള്ള ലെതേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാൻ ചില ഷൂസിന് ഇതുപോലെ സോളും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളം ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ഇതുപോലത്തെ ഫോം ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നൊരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഫിസിക്കൽ ഷോപ്പിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ക്ലീനറിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് വാങ്ങാം. വിത്ത് അതിൻ്റെ ബഡ്ജറ്റ് ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോസിനായി നമ്മുടെ പേജിൽ നിന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം.